ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി നെയ്മർ ജൂനിയർ കളിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി, ഏകദേശം 2 വർഷക്കാലമായി നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ട് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇതുവരെ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം പരിക്ക് തന്നെയാണ്. ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിലും നെയ്മർ ജൂനിയർക്ക് ഇടമില്ല. അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ്. ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഓ ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ ദേശീയ ടീം ഉപേക്ഷിച്ചിട്ടില്ല. തീർച്ചയായും പ്ലാനുകളിൽ അദ്ദേഹത്തിന് ഇടമുണ്ട്. എന്നാൽ നെയ്മർ ഇല്ലാതെയും ടീമിനെ ഒരുക്കാൻ വേണ്ടി ഇപ്പോൾ CBF തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മറുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നെയ്മർ ഇല്ലാതെയും വേൾഡ് കപ്പിനെ നേരിടാൻ ബ്രസീലിൻ്റെ ടീമിനെ ഇപ്പോൾ CBF സജ്ജമാക്കി തുടങ്ങി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തിലെ സൗഹൃദ മത്സരങ്ങൾക്കും മാർച്ച് മാസത്തിലെ സൗഹൃദ മത്സരങ്ങൾക്കും നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ വന്നിട്ടില്ല. മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ ആവുമ്പോഴേക്കും നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കും എന്നാണ് ബ്രസീലിൻ്റെ ദേശീയ ടീം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നെയ്മർ ജൂനിയർ ഇല്ലാതെയും വേൾഡ് കപ്പിനെ നേരിടാൻ CBF ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ അഭാവത്തിലും ടീമിനെ നല്ല രൂപത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള വർക്കുകളാണ് CBF ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നെയ്മർ എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്ന കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മാസത്തിൻ്റെ അവസാനത്തിലോ നവംബർ മാസത്തിന്റെ തുടക്കത്തിലോ ആയിക്കൊണ്ട് നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് സാന്റോസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ബ്രസീലിയൻ മാധ്യമം നൽകിയിട്ടുള്ളത്. ഏതായാലും നവംബർ മാസത്തിലെ സൗഹൃദ മത്സരങ്ങൾ നെയ്മർ ജൂനിയർ കളിക്കാനുള്ള സാധ്യത കുറവാണ്. പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തിയാലും പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി നെയ്മർക്ക് വീണ്ടും സമയം അനുവദിക്കാനാണ് സാധ്യത. മാർച്ച് മാസത്തിലെങ്കിലും അദ്ദേഹം തിരിച്ചെത്തണേ എന്ന ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.